ഇന്നെന്താ അവിടെ മീൻ കിട്ടിയേ? മത്തിയാണോ? എങ്കിൽ ഉച്ചയൂണിന് നല്ല ഒന്നാം തരം മത്തിപ്പീര വെച്ചാലോ? അത് വളരെ എളുപ്പത്തിലും വളരെ സ്വാദോടു കൂടിയും. എങ്കിൽ വായോ, വീടിലോട്ട് പോവാം. ഇനി ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കറിവേപ്പില ആവശ്യത്തിന്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, പച്ചമുളക് 9 എണ്ണം, കൊച്ചുള്ളി ചെറുതും വലുതുമായി 35 എണ്ണം. ഇനി തേങ്ങ 2 കപ്പ്, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 1/4 ടീസ്പൂൺ. ഇവിടെ മല്ലിപ്പൊടി ഞാൻ യൂസ് ചെയ്യുന്നില്ല. മല്ലിപ്പൊടി വേണമെന്നുള്ളവർ 1/2 മുതൽ 3/4 ടീസ്പൂൺ വരെ യൂസ് ചെയ്യാം. നമ്മൾ എടുത്തു വെച്ച കൊച്ചുള്ളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ നല്ലപോലെ അരിഞ്ഞെടുക്കണം. ഇനി കൊച്ചുള്ളി എടുക്കാനില്ലെങ്കിൽ 2 സവാള അരിഞ്ഞതായാലും മതി, പക്ഷേ കൊച്ചുള്ളിക്കാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. ഇനി പുളിക്ക് ആവശ്യമായ കുടംപുളി എടുക്കണം. നമ്മൾ കുറച്ച് കുടംപുളി 15 മിനിറ്റ് വെള്ളത്തിലിട്ട് നേരത്തെ വെച്ചേക്കണം. മുക്കാൽ കിലോയോളം മത്തിയുണ്ടേ. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു ചട്ടി എടുത്ത് അതിലോട്ട് അരിഞ്ഞു വെച്ച ഇഞ്ചി, പച്ചമുളക്, കൊച്ചുള്ളി, കറിവേപ്പില എല്ലാം ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ട്, ഇവിടെ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത്, നല്ല പോലെ കൈ വെച്ച് ഞെരടിയെടുക്കണം. ഉപ്പ് എല്ലായിടത്തും പിടിക്കാൻ വേണ്ടിയിട്ടാണേ. ഇനി ഇതിലേക്ക് എടുത്തു വെച്ച തേങ്ങയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് നല്ല പോലെ ഞെരടി മിക്സ് ആക്കണം. ആ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എല്ലായിടത്തും ഒരുപോലെ എത്തുന്ന രീതി നല്ല പോലെ ഇതുപോലെ ഞെരടി മിക്സ് ആക്കണം. ഇനി കൈവച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ഇതെല്ലാം മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് അരേണ്ട, ഒന്ന് ക്രഷ് ചെയ്താൽ മാത്രം മതി. ഇനി 3/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് നല്ല പോലെ യോജിപ്പിക്കണം. ഇനി വെള്ളത്തിലിട്ട് വെച്ച കുടംപുളിയും ആ വെള്ളവും ഇതിലോട്ട് ചേർത്ത് നല്ല പോലെ യോജിപ്പിച്ചെടുക്കണം. ഇനി കുടംപുളി ഇല്ലെങ്കിൽ പകരം പച്ചമാങ്ങയോ ഇരുമ്പൻ പുളിയോ നമുക്ക് ചേർക്കാം. ഇത് മിക്സിയിലാണ് അടിക്കാൻ വിചാരിക്കുന്നതെങ്കിൽ കുടംപുളി മിക്സിയിലിട്ട് അടിക്കരുത്. ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും മിക്സിയിലിട്ട് ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്താൽ മതിയേ. ഇനി നല്ലപോലെ കഴുകി വെള്ളം വരാൻ വെച്ച നമ്മുടെ മത്തിക്കുട്ടന്മാരെ ചട്ടിയിലോട്ട് തട്ടാം. ഇവിടെ മത്തിക്ക് പകരം കൊഴുവ അല്ലെങ്കിൽ നെത്തോലി മീനായാലും നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഇത് നല്ലപോലെ യോജിപ്പിച്ചെടുക്കണം. എല്ലായിടത്തും ആ തേങ്ങാക്കൂട്ട് എത്തുന്ന രീതി നല്ലപോലെ യോജിപ്പിച്ചെടുക്കണം. എല്ലായിടവും ഒരുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കയ്യിലോട്ടൊഴിച്ച് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് തത്തിപ്പൊത്തി വെക്കണം. എന്നിട്ട് ആ വെള്ളം എല്ലായിടത്തും എത്തുന്ന രീതിയിൽ കൈ വെച്ച് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കണം. മീൻ വേവിക്കാൻ ആവശ്യമായ വെള്ളമാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തത്. അത് ഏകദേശം ഒരു 3/4 കപ്പോളം ഉണ്ടായിരുന്നേ. ഇനി സ്റ്റൗ ഓൺ ചെയ്ത് ചട്ടി അടുപ്പത്ത് വെക്കാം. ഈ ചട്ടിയിലോട്ടൊരു ചെറിയ കഷ്ണം വാഴയിലയും കൂടെ ഫുൾ കവർ ചെയ്യുന്ന രീതിയിൽ അമർത്തി വെക്കണം. ഈ വാഴയില ഇങ്ങനെ വെക്കുന്നതുകൊണ്ട് മീൻപീരയ്ക്ക് ഒരു പ്രത്യേക മണവും ഒരു സ്വാദും കിട്ടും കേട്ടോ. അതിനാണ് ഇങ്ങനെ വെക്കുന്നത്. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. ഇനി നമ്മൾ ഒഴിച്ച വെള്ളം തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നു നോക്കണം, വെള്ളം തിളയ്ക്കുന്നുണ്ടോ എന്ന് ഒന്ന് തുറന്നു നോക്കണം. വെള്ളം നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. നമ്മളപ്പോൾ ഒരു തവി വെച്ച് അടി കൂട്ടി ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. ഇനി തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് മീൻ വേവിച്ചെടുക്കാം. വെള്ളം പറ്റുന്നുണ്ടോ എന്ന് പ്രത്യേകം ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കണം കേട്ടോ. വെള്ളം ഏകദേശം പറ്റാറാകുമ്പോൾ നമുക്ക് തുറന്ന് വെച്ച് പറ്റിച്ചെടുക്കാം. ഇനി നമുക്ക് സ്പൂൺ വെച്ച് നടുഭാഗം ഒന്ന് സൈഡിലോട്ട് വകഞ്ഞു മാറ്റാം. അതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്തെങ്കിലും വെള്ളം ഉണ്ടെങ്കിൽ അത് നടുഭാഗത്തോട്ട് വന്ന് അതും വറ്റി വരും. നമ്മുടെ മീൻ പീര ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും അതിലിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും അതിന് ചുറ്റും ഒഴിച്ച് കൊടുക്കണം.
അങ്ങനെ നമ്മുടെ കുഞ്ഞൻ മത്തിത്തോരൻ റെഡിയായി. ഇനി തീ ഓഫ് ചെയ്യാം. വെള്ളം നല്ലപോലെ പറ്റി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നല്ലപോലെ ചട്ടിയൊന്ന് ഇളക്കി കൊടുക്കണം. തവി ഉപയോഗിച്ച് ഇളക്കിയാൽ മീൻ ഉടഞ്ഞു പോകുന്നതിനാലാണ് നമ്മൾ ചട്ടിയൊന്ന് കുലുക്കി കൊടുത്തത്. ഇനി നല്ല ചൂട് ചോറിൻ്റെ കൂടെ സൈഡിലിട്ട് കഴിച്ച ആഹാ എന്താ സ്വാദ്. അങ്ങനെ വളരെ എളുപ്പത്തിലും വളരെ സ്വാദോടും കൂടിയായ നമ്മുടെ കുഞ്ഞൻ മത്തിത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ടേ. എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റിലൂടെ അതെന്നെ അറിയിക്കണേ. കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ടും കൂടി ചെയ്യണേ. മറ്റൊരു വിഭവമായി വീണ്ടും കാണാം. ബൈ.